ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 39-കാരനായ മെസ്സിയുടെ മാസ്മരിക പ്രകടനത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ഫുട്ബോൾ ലോകം. അർജന്റീന 2 മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് നേടിയ 5 ഗോളുകളും നേടിയത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. 2 മത്സരങ്ങളിലെയും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും മെസ്സി തന്നെയാണ്. അങ്ങനെ അർജന്റീനയെ മുന്നിൽ നിന്നും നയിക്കുന്നത് ക്യാപ്റ്റൻ ലിയോ മെസ്സി തന്നെയാണ്. ഇന്നലെ അദ്ദേഹം നേടിയ 2ാമത്തെ ഗോളൊക്കെ അത് എടുത്തു പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത്രയധികം പരിശ്രമത്തിലൂടെയാണ്, എഫേർട്ട് എടുത്തുകൊണ്ടാണ് മെസ്സി ആ 2ാമത്തെ ഗോൾ നേടിയിട്ടുള്ളത്. അതേക്കുറിച്ച് യുർഗൻ ക്ലോപ്പ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ആ പന്ത് 2 തവണ നഷ്ടമായി, 2 തവണ ഡിഫെൻഡ് ചെയ്യപ്പെട്ടു, എന്നിട്ടും മെസ്സി അത് കൈവിടാൻ തയ്യാറായില്ല. അദ്ദേഹം അത് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഗോളാക്കി മാറ്റി. അതിനെ പ്രശംസിച്ചേ മതിയാകൂ എന്നാണ് ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി നേടിയ ആ 2ാമത്തെ ഗോൾ നോക്കുക. 2 തവണ ആ പന്ത് നഷ്ടമായിരുന്നു, 2 തവണ ആ പന്ത് ഡിഫെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ആ പന്ത് ഒരിക്കലും നഷ്ടമായില്ലാത്ത വ്യക്തി അത് മെസ്സി ആയിരുന്നു. അദ്ദേഹം അത് ഗോളാക്കി മാറ്റി. ഇതാണ് ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ പന്ത് പലപ്പോഴും ഡിഫെൻഡ് ചെയ്യപ്പെട്ടിട്ടും കൺട്രോൾ നഷ്ടമായിട്ടും അതൊരിക്കലും കൈവിടാൻ മെസ്സി തയ്യാറായിരുന്നില്ല. പൊരുതിക്കൊണ്ട് മെസ്സി അത് നേടിയെടുത്തു, അങ്ങനെ അത് ഗോളാക്കി മാറ്റി എന്നാണ് ഇപ്പോൾ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ പന്ത് ഒരിക്കലും നഷ്ടപ്പെടാത്ത വ്യക്തി അത് മെസ്സി മാത്രമായിരുന്നു എന്നാണ് ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മെസ്സി തന്നെയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ വജ്രായുധം. ഈ പ്രായത്തിലും മെസ്സി മുഴുവൻ സമയവും കളിക്കുകയും നല്ല രൂപത്തിൽ അർജന്റീനയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ജോർദാനാണ് അർജന്റീനയുടെ എതിരാളികൾ. ആ മത്സരത്തിലും മെസ്സിയുടെ ഒരു മാസ്മരിക പ്രകടനം കാണാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.